بسم الله الرحمن الرحيم ولا تمدن عينيك إلى ما متع الدنيا لنفتنهم فيه ورزق ربك خير وأبقى وأمر أهلك بالصلاة واصطبر عليها لا نسألك رزقا نحن نرزقك والعاقبة ശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ് ولا تمدن عينيك إلى ما متعنا به أزواجا منهم ഈ ദുനിയാവിൽ അല്ലാഹു ചില ഇണകൾക്ക് നൽകിയിട്ടുള്ളതാകുന്ന സംവിധാനങ്ങൾ ഈ ദുനിയാവിൽ അല്ലാഹു കൊടുത്തിരിക്കുന്നതായ ഭൗതികമാകുന്ന ആഡംബര ആസ്വാദനങ്ങൾ കണ്ടുകൊണ്ട് നിന്റെ കണ്ണ് അതിലേക്ക് നീട്ടരുതേ വലാ തമുദ്ദൻ ഐനൈക നിങ്ങളുടെ കണ്ണുകൾ നീട്ടരുതേ ഈ ഭൗതികമാകുന്ന ലോകത്തെ ചില ഇണകൾക്ക് അല്ലാഹു നൽകിയിരിക്കുന്നതായ ആഡംബര ആസ്വാദനങ്ങൾ കണ്ട് നിങ്ങളുടെ കണ്ണുകൾ അതിലേക്ക് പോകരുതേ കാവുന്തറയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള ചെറുപ്പക്കാരായ യുവാക്കളെ യുവതികളെ ഓരോ യൂട്യൂബ് ചാനലുകളെ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് അതിൻ്റെതാകുന്ന അഖിലുകാരുടെ ജീവിതങ്ങൾ കണ്ടുകൊണ്ട് നിങ്ങൾ അതിലേക്ക് കണ്ണു നട്ട് പോകരുതേ അവർക്ക് കിട്ടിയിരിക്കുന്ന വീടെത്രയാണ് എത്ര സൗഭാഗ്യകരമാകുന്ന അനുഗ്രഹങ്ങളാണ് അല്ലാഹു കൊടുത്തത് എനിക്കും എന്റെ ഇക്കാക്കും അത്തരത്തിലുള്ള ജീവിതം അല്ലാഹു നൽകിയില്ലല്ലോ എന്ന് കരുതിയിട്ട് പെണ്ണെ നിന്റെ കണ്ണ് മഞ്ഞളിച്ച് പോകരുതേ ദുന്യവിയായ ഒരു കാര്യത്തിലേക്കും നിന്റെ മനസ്സ് പോകരുതേ അത്തരത്തിലുള്ള ജീവിതം കാണുമ്പോ നീ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കണേ ദുആ ചെയ്യണേ അല്ലാഹുമ്മ ലാ ഐശ ഇല്ലാ ഐശുൽ ആഖിറ ദുനിയാവിൽ ആർഭാടകരമാകുന്ന ജീവിതം നയിക്കുന്നത് കാണുമ്പോ അമ്പരച്ചുംബികളായ മണിമേടകൾ കാണുമ്പോ അല്ലാഹുമ്മ ലാ ഐശ ഇല്ലാ ഐശുൽ ആഖിറ അല്ലാഹുവേ പടച്ച റബ്ബേ ആഖിറത്തിന്റെ ജീവിതമല്ലാതെ മറ്റൊരു ജീവിതമില്ല അല്ലാഹ് യഥാർത്ഥ ജീവിതം ആഖിറമാണ് ഇതൊക്കെ കേവലം നശ്വരമാണ് അനശ്വരവും അനന്തവുമായ ലോകത്തിനല്ലേ മുസൽമാൻ ജീവിക്കേണ്ടത് ഇവിടെയുള്ള വാഹനമോ ഇവിടെയുള്ളതാകുന്ന പറമ്പുകളോ ഇവിടെയുള്ള ഏക്കർ കണക്കിനുള്ളതാകുന്ന ഭൂമികളോ ഇവിടെയുള്ള അമ്പരച്ചുംബികളായ മണിമേടകളോ മാളിക സൗധങ്ങളോ നിനക്ക് നാളെ ആഖിറത്തിൽ തുണ വരുകയില്ല ഇതൊന്നും ശാശ്വതമല്ല ശാശ്വതമാകുന്ന ഒരേ ഒരു ജീവിതം ആഖിറമാ ഭൗതിക ലോകത്തിന്റെ ആഡംബരങ്ങൾ കാണുമ്പോ അത് നിന്റെ കുടുംബത്തിലുള്ളവരാകട്ടെ അല്ലാതാകട്ടെ നിന്റെ നാവ് കൊണ്ട് ഉറക്കെ പറയണേ അല്ലാഹുമ്മ ലാ ഐശ ഇല്ലാ ഐശുൽ ആഖിറ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചതാണ് ഈ ഒരു വാക്യം പറയണേ അല്ലാഹുവേ ആഖിറത്തിന്റെ ജീവിതമല്ലാതെ മറ്റൊരു ജീവിതമില്ല അല്ലാഹ് യഥാർത്ഥ ജീവിതം ആഖിറമാണ് എന്നും ശാശ്വതമുള്ളത് ഏറ്റവും ശാശ്വതത്വമുള്ളതും ഖൈറായ ജീവിതവും ആ പരലോകമാണ് അത് മനസ്സിലാക്കി ജീവിക്കൽ മുഅ്മിനേ നിനക്ക് അനിവാര്യമാണ് അതുകൊണ്ട് തന്നെ ഈ ദുനിയാവിൽ അല്ലാഹു മനോഹരമാകുന്ന വീട് ഒരാൾക്ക് കൊടുക്കുന്നത് കാണുമ്പോ നല്ല സൗഭാഗ്യമുള്ളതാകുന്ന ജീവിതം ഒരു വ്യക്തിക്ക് അല്ലാഹു നൽകുന്നത് കാണുമ്പോ നിന്റെ കണ്ണ് അതിലേക്ക് നീട്ടരുതേ അത് കൊതിച്ചുകൊണ്ട് മുസ്ലിമേ സഹോദരാ സഹോദരി നീ നിലകൊള്ളല്ലേ എന്തേ കാരണം അല്ലാഹു പറയുകയാണ് ലിനഫ്തിനഹും ഫീ
ഭൗതികമാകുന്ന ലോകങ്ങൾ അല്ലാഹു അവർക്ക് നൽകിയതിന്റെ പിന്നിൽ വലിയ പരീക്ഷണം അവർക്ക് നടക്കുന്നുണ്ട്, വരാനിരിക്കുന്നുണ്ട്. അതറിയണേ, അറിയണേ. അല്ലാഹു ഒരാളുടെ കൈകളിലേക്കും വെറുതെ പണം കൊടുത്തതല്ല, ഒരാളെ ഈ ദുനിയാവിലേക്ക് അല്ലാഹു വെറുതെ പടച്ചതല്ല. അഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങളെ ഈ ദുനിയാവിലേക്ക് വെറുതെ പടച്ചതാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ മനുഷ്യ, മാനവാ സോദര? ഇല്ല, അല്ല. ഒരിക്കലും അല്ലാഹു നിങ്ങൾ ആരെയും വെറുതെ ഈ ഭൂമിയിലേക്ക് പടച്ചതല്ല. വ്യക്തമായ കാരണമുണ്ട്, വ്യക്തമായ കാര്യമുണ്ട്. വൈലൈനാ തുർജഊൻ. തീർച്ചയായും അല്ലാഹുവിലേക്കാണ് നമ്മുടെ മടക്കമെന്ന് ചിന്തിക്കണേ, ചിന്തിക്കണേ. ഈ ദുനിയാവ് നശ്വരമാണ്. ഇവിടെ അല്ലാഹു നൽകുന്ന ജീവിതവും ഇവിടെ വരുന്നതാകുന്ന മരണവുമൊക്കെ അല്ലാഹു നൽകുന്ന പരീക്ഷണമാണ്, പരീക്ഷണമാണ്. വിശുദ്ധമായ ഖുർആൻ തബാറകല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ ليبلوكم أيكم أحسن عملا وهو العزيز الغفور. പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ മുൽക്കിലൂടെ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നും ഇശാ മഗ്രിബിന്റെ ഇടയിൽ സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്തിട്ടുള്ളതായ കാവന്തറയിലുള്ള പ്രിയപ്പെട്ട ഉമ്മമാരെ, ചെറുപ്പക്കാരെ, യുവാക്കളെ, ആ സൂറത്തുൽ മുൽക്കിന്റെ ആമുഖം ഒന്ന് പാരായണം ചെയ്തു നോക്കണേ. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക്. അധികാരത്തിന്റെ പരമോന്നത പദവി അലങ്കരിക്കുന്നതായ അല്ലാഹു അവനത്ര പരിശുദ്ധനാണ്, പരിശുദ്ധനാണ്. വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. അവൻ എല്ലാത്തിനും കഴിവുള്ളവനാണ്. അവൻ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്നവനാണ്. അവൻ സർവ്വജീവജാലങ്ങൾക്കും ആഹാരം കൊടുക്കുന്നവനാണ്. ആർത്തിരമ്പി വരുന്ന കടലിന്റെ അഗാധമാകുന്ന ഗർത്തത്തിലൂടെ ഊളിയിട്ട് നീതി തുടിക്കുന്നതായ ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മദർശിനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ സൃഷ്ടിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്നതായ ജഗന്നിയന്താവായ അല്ലാഹ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാ അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത. അവൻ ഈ ദുനിയവിയായ ജീവിതത്തെയും ശേഷം വരുന്ന മരണത്തെയും അല്ലാഹു പടച്ചത് ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. സമസ്തയുടെ കോർഡിനേഷൻ സംഘടിപ്പിച്ച മതവിജ്ഞാന വേദിയിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള പ്രിയപ്പെട്ട മുഅ്മിനേ, മുഅ്മിനത്തെ, അല്ലാഹു വെറുതെ പടച്ചതല്ല ഈ ദുനിയാവ്. അല്ലാഹു നമുക്ക് ഉമ്മയുടെ ഗർഭാശയത്തിൽ 4 മാസം പ്രായമെത്തിയ നിന്നിലേക്ക്, ഉമ്മയുടെ ഉദരത്തിൽ കിടക്കുന്ന നിന്നിലേക്ക് റൂഹിനെ ഊതിയത് വെറുതെ അല്ല. നിന്നെ ഈ ദുനിയാവിലേക്ക് ഉമ്മയുടെ ഗർഭാശയത്തിലൂടെ ഈ ബൃഹത്തായ ലോകത്തേക്ക് അല്ലാഹു പടച്ചത് വെറുതെയല്ല, വെറുതെയല്ല. الذي خلق الموت والحياة. മരണവും ജീവിതവും അല്ലാഹു നിനക്ക് സമ്മാനിച്ചിരിക്കുന്നത് ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. ഏറ്റവും നല്ല രീതിയിൽ റബ്ബിനെ ആരാധിക്കുന്നത് ആരാണ് എന്ന് പരീക്ഷിക്കാനാണ്, പരീക്ഷണമായിട്ടാണ് ഈ ദുനിയാവ് അല്ലാഹു സജ്ജീകരിച്ചിരിക്കുന്നതെന്ന് വിശുദ്ധമായ ഖുർആൻ. അതുകൊണ്ട് തന്നെ പണത്തിന്റെ പളവളപ്പിൽ വിരാജിക്കുന്നതായ ആളുകളെ കാണുമ്പോ വലാ തമുദ്ദന്ന ഐനൈക, നിന്റെ കണ്ണ് അതിലേക്ക് നീട്ടിപ്പോകരുതേ. കാരണം ലിനഫ്തിനഹും ഫീ,
അവർക്ക് അല്ലാഹു പണം കൊടുത്തത്, അവർക്ക് അല്ലാഹു അധികാരം കൊടുത്തത്, അവരെ പണത്തിന്റെ പളപളപ്പിൽ വിരാജിക്കുന്നത് എല്ലാം അല്ലാഹു അവർക്ക് നൽകിയ പരീക്ഷണമാണ്. വരിസുഖു റബ്ബിക ഖൈറു വഅബ്ഖാ. അല്ലാഹു നൽകുന്നതായ വിഭവങ്ങൾ, അല്ലാഹു നൽകുന്നതായ റിസ്ഖുകൾ ഏറ്റവും കരണീയമാണ്, ഏറ്റവും ശാശ്വതത്വമുള്ളതാണ്. അല്ലാഹു നൽകുന്ന വിഭവങ്ങളാണ് ഏറ്റവും നല്ലത്, ഏറ്റവും ശാശ്വതത്വമുള്ളത്. അല്ലാഹു പറയാം, അവർക്ക് കൊടുത്ത റിസ്ഖ്, അവർക്ക് വീട് കൊടുത്തു, കാറ് കൊടുത്തു. അയൽവാസിയാകുന്ന മനുഷ്യൻ അയാൾക്ക് വലിയ കാറ് വാങ്ങിച്ചു, ഒരു കാര്യമില്ല. അല്ലാഹു നിനക്ക് എന്തെങ്കിലും തരുന്നുണ്ടോ? അതാണ് ഏറ്റവും വലിയ ഖൈർ. അല്ലാഹു തരുന്നത് എങ്ങനെയാ? ഖുർആൻ പറയുന്നു, റബ്ബ് എന്തെങ്കിലും തരണമെങ്കിൽ നിനക്ക് നല്ല വീട് വേണോ, നല്ല വാഹനം വേണോ, നിനക്ക് നല്ല ഭക്ഷണം വേണോ, ഒക്കെ റബ്ബ് തരാം. എന്ത് വേണം? ഒരു കണ്ടീഷൻ അല്ലാഹു പറയാ, വഅമുർ അഹ്ലക ബിസ്സലാ വസ്തബിർ അലൈഹാ ലാ نسألك رزقا لا نسألك رزقا نحن نرزقك والعاقبة للتقوى. മറ്റൊരാൾക്ക് നൽകിയ അനുഭൂതികളും ആസ്വാദനങ്ങളും ഭൗതികതയും കണ്ടുകൊണ്ട് കണ്ണ് മഞ്ഞളിച്ചു പോകല്ലേ മനുഷ്യ. നിനക്ക് വേണ്ടത് ഒന്ന് മാത്രമാണ്, ഒന്ന് മാത്രമാണ്. അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസത്തിൽ നിലകൊള്ളുന്ന മുഅ്മിനേ, മുഅ്മിനത്തേ, നീ നിസ്കരിക്കുന്നവനാകണേ, നിന്റെ കുടുംബത്തെ കൊണ്ട് നമസ്കരിപ്പിക്കുന്നവനാകണേ. വേറൊന്നും അല്ലാഹു പറയുന്നില്ല, ശരിക്കും ശ്രദ്ധിക്കണം. വഅമുർ അഹ്ലക ബിസ്സലാ, നീ നിന്റെ കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണേ, നിന്റെ ഭാര്യയോട്, നിന്റെ മക്കളോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ശരിക്കും ശ്രദ്ധിക്കുക, നല്ലതുപോലെ ശ്രദ്ധിച്ചാൽ നല്ല ഇൽമു കിട്ടുന്ന ഒരു വാക്കാണ് ഈ പറയുന്നത്. കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കൽ. ഒരാൾ കൽപ്പിക്കണമെങ്കിൽ സ്വയമായി നിസ്കരിക്കണം, എന്തായാലും വേണം. അങ്ങനെയാണല്ലോ ഏത് കാര്യവും അങ്ങനെ തന്നെയാണ്. ഏത് നന്മ കൽപ്പിക്കുകയാണെങ്കിൽ സ്വന്തമായി ചെയ്യണമെന്നാണ്. അല്ലാഹു ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഖുർആൻ ഓതിയിട്ട് നിങ്ങളുടെ ജീവിതം മറക്കുകയാണോ? നന്മ കൊണ്ട് കൽപ്പിച്ചിട്ട് നിങ്ങൾ അത് ചെയ്യാതിരിക്കുകയാണോ എന്ന് അല്ലാഹു ചോദിക്കുന്നു. അപ്പൊ നിസ്കാരം എന്തായാലും വാപ്പാക്ക് വേണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വാപ്പ നിസ്കരിക്കുന്നതിനോടൊപ്പം മക്കളോട്, കുടുംബത്തോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കുകയും വേണം. അതിനാദ്യം അല്ലാഹു പറഞ്ഞത് വഅമുർ അഹ്ലക എന്നാണ്. അഹ്ല് എന്ന് പറഞ്ഞാൽ ആരാണ്? ഭാര്യ. അഹ്ല് ഇയാൽ എന്നാണ് പറയാ. ഇയാൽ എന്ന് പറഞ്ഞാൽ കുടുംബക്കാര്, മക്കള്, മരുമക്കള്, കൊച്ചുമക്കളൊക്കെ ഉൾപ്പെടും ഇയാൽ. അഹ്ലി എന്ന് പറഞ്ഞാൽ സ്വന്തം ഭാര്യയാണ്. വളരെ ശ്രദ്ധിക്കണം. മിക്ക ഭർത്താക്കന്മാരും ഭാര്യയോട് പറയാൻ മടിയാണ്. ഭാര്യയോട് പറയാറില്ല, നിസ്കരിച്ചോ എന്ന് ചോദിക്കാറില്ല. ഫസ്റ്റ് ആദ്യത്തെ ദിവസങ്ങളൊക്കെ ചോദിച്ചു, പിന്നെ അവരിങ്ങോട്ട് ചോദിച്ചോണ്ടിരിക്കുകയാണ്, പിന്നെ അങ്ങനെ അങ്ങോട്ട്. നമ്മള് ഭാര്യയോട് എന്ത് ചെയ്യണം? അങ്ങോട്ട് ചോദിക്കണം, നിസ്കരിച്ചോ എന്ന് ചോദിക്കണം. അത് ചോദിക്കുക തന്നെ വേണം. അവരോട് കൽപ്പിക്കണം, നിസ്കാരം കൊണ്ട് നിസ്കരിക്കുക എന്ന് പറഞ്ഞ് കൽപ്പിക്കണം. നിസ്കരിക്കുന്നവരോടല്ല, നിസ്കരിക്കാതെ മടി കാണിച്ചു നിൽക്കുന്നവരോട്. എന്തിനാണ് ഖുർആൻ അത് പറഞ്ഞത്? മുഫസ്സിരീങ്ങൾ പറയുന്നു, അവരിൽ കൂടുതൽ ആളുകൾ മടിയുള്ളവരാകും. എപ്പോ? എല്ലാ മാസത്തിലും മാസമുറയുണ്ടവർക്ക്. ആർത്തവം പുറപ്പെടുന്ന, രക്തം പുറപ്പെടുന്ന ഒരു സമയമുണ്ട്. അത് 6 ദിവസം 7 ദിവസം വരെ ഉണ്ടാവാം. അങ്ങനെ നിലകൊള്ളുന്നതാകുന്ന സമയത്ത് നിസ്കാരം പരിപൂർണമായി ഒഴിവാക്കി നിൽക്കുന്ന സാഹചര്യമാണ്. നിസ്കരിക്കാൻ പാടില്ല, നിസ്കരിച്ചാൽ ശിക്ഷ കിട്ടുന്ന സമയമാണ്. അല്ലാഹു അവർക്ക് ഇളവ് കൊടുത്തിരിക്കുക.
ആ ഇളവിന്മേൽ തന്നെ പിന്നീട് അവർ ദായിമായി പോകാറുണ്ട്, നിത്യമായി പോകാറുണ്ട്. 6 ദിവസം കഴിഞ്ഞ് ശുദ്ധി ആയതിനു ശേഷം രക്തം മുറിഞ്ഞിട്ട് പിന്നീട് മുസല്ല ഇടാതെ മടിക്കും. പിന്നെ നിസ്കാരം ഇല്ല, 2 ദിവസം കൊണ്ട് അങ്ങോട്ട് പൊയ്ക്കോട്ടെ, ചെറിയൊരു ഊരവേദനയുണ്ട്, ചെറിയൊരു നടുവേദന ഉണ്ട്, 2 ദിവസം കൊണ്ട് അങ്ങ് പൊയ്ക്കോട്ടെ എന്ന് കരുതി നിസ്കാരത്തെ പിന്തിക്കും. അത് പാടില്ല. അവരോട് നിസ്കാരത്തെ കുറിച്ച് ഇങ്ങനെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കണം. നിന്റെ കുടുംബത്തോട് നീ കൽപ്പിച്ചുകൊണ്ടിരിക്കണം. പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത് വസ്തബിർ അലൈഹാ. നിസ്കാരം കൊണ്ട് കൽപ്പിച്ചാൽ മാത്രം പോരാ, അതിന്റെ മേൽ ക്ഷമ അവലംബിച്ച് നിൽക്കണം. രാവിലെ സുബൈക്ക് നീ പള്ളിയിൽ പോകുമ്പോൾ ഭാര്യയെ വിളിച്ചു, ആ മോളി എഴുന്നേറ്റോളാം എന്ന് പറഞ്ഞു. നീ പള്ളിയിൽ പോയിട്ട് തിരിച്ചു വരുമ്പോ വീണ്ടും അങ്ങനെ തന്നെ കിടക്കുക. അപ്പൊ നീ അപ്പോഴും മടിക്കരുത്, വീണ്ടും വിളിക്കണം. സമയം ഒരുപാട് വൈകിയല്ലോ, എഴുന്നേൽക്കുക എന്ന് പറഞ്ഞ് നിർബന്ധപൂർവ്വം അതിന്റെ മേൽ ക്ഷമ അവലംബിച്ചുകൊണ്ട് അവരെ വിളിക്കുക തന്നെ വേണം. അതിന് പിറകെ നിൽക്കണം. ഇനിയിപ്പോ ഞാൻ ഒരു വട്ടം വിളിച്ച് എന്റെ ബാധ്യതയെ ഞാൻ നിർവഹിച്ചു എന്ന് പറഞ്ഞ് പോകാൻ പാടില്ല. കാരണം അവൾ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ നിനക്ക് അല്ലാഹു റിസ്ക് നൽകൂല. നിന്റെ ഭാര്യ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ, നിന്റെ മക്കൾ നിസ്കാരമുള്ളവരായില്ലെങ്കിൽ നിനക്ക് അല്ലാഹു റിസ്ക് വിശാലമാക്കൂല. ആ റിസ്കിൽ ബറക്കത്തില്ല, അഥവാ കിട്ടിയാൽ. അതുകൊണ്ട് മക്കളും കുടുംബവും നിസ്കാരം മുറ പോലെ നിർവഹിച്ചുവോ, വാപ്പയും നിസ്കരിച്ചുവോ, വീട്ടിൽ റിസ്ക് ഉറപ്പാണ്. ആരാണിത് പറയുന്നത്? അല്ലാഹു പറയുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ലാ നസ്അലുക റിസ്ഖാ, നിങ്ങളോട് റിസ്ഖിനെ തേടുന്നില്ല. അല്ലാഹു പറയുകയാണ്, ദൈവമായ ഞാൻ ലാ നസ്അലുക റിസ്ഖാ, നിങ്ങളോട് ഞാൻ റിസ്ഖിനെ തേടുന്നില്ല. എനിക്കൊരു പാലും വേണ്ട, ഒരു തേനും വേണ്ട, എന്റെ മേൽ പാലഭിഷേകം നടത്തേണ്ടതില്ല, ഒന്നും എനിക്ക് നൽകേണ്ടതില്ല. ഒരു ഭക്ഷണമോ ഒരു പദാർത്ഥമോ എനിക്ക് ആവശ്യമില്ല. നാമാണ് നിങ്ങൾക്ക് റിസ്ഖ് നൽകുന്നത്, നിങ്ങളുടെ കാര്യം മുഴുവനും നാം ഏറ്റെടുക്കുന്നതാണ്. നാം നിങ്ങൾക്ക് റിസ്ഖ് നൽകാം, നിങ്ങൾ എനിക്കൊന്നും തരേണ്ടതില്ല, ഞാൻ നിങ്ങൾക്ക് റിസ്ഖ് തരാം. എന്ത് ചെയ്താൽ മതി? 5 വഖത്ത് നിസ്കാരം നിങ്ങൾ നിർവഹിക്കുകയും കുടുംബത്തോട് നിസ്കരിപ്പിക്കുകയും. നമ്മളൊക്കെ നിസ്കരിക്കും, ശരി തന്നെയാണ്. പക്ഷെ മക്കളെ കൊണ്ട് നിസ്കരിപ്പിക്കുന്ന വിഷയത്തിൽ, ഭാര്യയെ കൊണ്ട് നിസ്കരിപ്പിക്കുന്ന വിഷയത്തിൽ പുറകോട്ടാണ്. ആരും ആ വിഷയത്തിൽ പൂർണ്ണമായി ചോദിക്കുന്നില്ല എന്നുള്ളത് ഇന്നത്തെ കാലത്തെ വസ്തുതയാണ്. പണ്ട് കാലത്ത് അങ്ങനെയല്ല. ഇപ്പൊ ഈ സദസ്സിലിരിക്കുന്ന 40 വയസ്സിന് മുകളിലോട്ടുള്ള ആളുകളോടൊക്കെ വാപ്പയൊക്കെ ചെറുപ്പത്തിൽ ഉമ്മായി ചോദിക്കും, നിസ്കരിച്ചില്ല ഭക്ഷണം പോലും തരൂലായിരുന്നു. ഉറപ്പല്ലേ? അങ്ങനെ തന്നെയാണ്. നിസ്കരിച്ചിട്ട് മതി, കഴിച്ചാൽ മതി എന്ന് പറയുന്നത്. അവർക്ക് അത് കഴിഞ്ഞിട്ടേ സ്നേഹമുള്ളൂ. അള്ളാഹുവിന് കൊടുക്കാനുള്ളത് കൊടുത്തിട്ട് വന്നാൽ മതി മോനെ, എന്നിട്ട് നിസ്കാരം ഭക്ഷണം വിളമ്പുള്ളത് ഉമ്മായും പാപ്പായും പറയും. അപ്പൊ നേരെ തിരിച്ചാൽ കുഴിമന്തി വെച്ചു കൊടുത്തിരിക്കുക, മാന്താൻ സമയമായാലും കുഴപ്പമില്ല, ഇത് കഴിച്ചിട്ട് നിസ്കരിച്ചാൽ മതി. അള്ളാഹു നമ്മളെ സാലിഹ്യങ്ങളെ ചേർക്കട്ടെ. അതുകൊണ്ട് അതിൻ്റെതായ ഭവിഷ്യത്ത് നമ്മളിലുണ്ടായി, മക്കളിലുണ്ടായി. മക്കൾ സാലിഹീങ്ങളാകുന്നില്ല, മക്കൾ വഴിപിഴച്ചു പോകുന്നവരായി മാറി. ഒക്കെ നിങ്ങൾ ഒരു പെണ്ണ് രാവിലെ കുളിച്ചു, ഉദാഹരണം പറയാണ്, ശരിക്കും ശ്രദ്ധിക്കണം. അശുദ്ധിയുള്ള ഒരു പെണ്ണ് തന്നെ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകുന്ന കുളിയല്ല, അല്ലാതെ സാധാരണ ഡെയിലി നടക്കുന്ന റൊട്ടീനായിട്ട് ഒരു കുളിയുണ്ടല്ലോ, അതങ്ങ് നടത്തി കഴിഞ്ഞ് കയറി വന്നപ്പോഴത്തേക്കുമാണ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും രക്തം മുറിഞ്ഞു, ശുദ്ധിയായാൽ ഇനി അവൾക്ക് ഒരു കുളി കൂടി നിർബന്ധമുണ്ട്. ഉണ്ടോ ഇല്ലയോ? വാജിബായ ഒരു കുളി കൂടി. ആ പെണ്ണപ്പം മനസ്സിലെന്ത് കരുതും? മിക്ക സഹോദരിമാരും എന്തായാലും തണുപ്പത്ത് പോയി കുളിച്ചിട്ടും കൂടി വന്നോളൂ, ഇനിയിപ്പോ എന്തായാലും ശുദ്ധിയാകും, നാളെ നിസ്കരിക്കാം, നിസ്കാരത്തെ പിന്തിക്കും. ഇത് അധിക വീടുകളിൽ നടക്കുന്ന ഒരു വിഷയമാണ്. മനസ്സിലായില്ലേ? കാരണം ഇപ്പൊ കുളിച്ചിട്ട് കൂടെ വന്നതുകൊണ്ട് ഇനി രണ്ടാമതൊരു കുളി പാസ്സാക്കാൻ പറ്റൂല. കോട്ടെ എന്തായാലും നാളെയാണ്. അപ്പൊ അവളുടെ നിസ്കാരങ്ങൾ എത്ര വഖത്താണ് പോയത് ചിന്തിക്കണം. മാത്രമല്ല, ഒരു പെണ്ണ് പോയി കുളിച്ചെന്ന് വിചാരിക്കാം, ളുഹർ കഴിഞ്ഞ അസറിന്റെ തൊട്ട് മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. ഒരു 10 മിനിറ്റ് മുമ്പായിട്ട് അവൾക്ക് രക്തം മുറിഞ്ഞു എങ്കിൽ അവൾ വേഗം പോയി കുളിച്ചിട്ട് വന്ന് നിസ്കരിക്കേണ്ടത് ളുഹറാണ് ആദ്യം നിസ്കരിക്കേണ്ടത്. അത് ഖളാ വിട്ടു. ഈ കുളിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കും അസർ ബാങ്ക് വിളിച്ചാൽ അസർ അല്ല നിന്റെ മേൽ നിർബന്ധം. ഏതാ നിർബന്ധമായത്? ളുഹർ നിർബന്ധമുണ്ട്. ഷാഫി മദ്ഹബിലെ ആധികാരിക ഗ്രന്ഥങ്ങളിൽ ഉലമാക്കൾ രേഖപ്പെടുത്താം. എത്ര സഹോദരിമാർ ശ്രദ്ധിക്കലുണ്ട്. ഇത് എത്ര പുരുഷന്മാർക്ക് അറിയാം? ഞാൻ ഈ പറഞ്ഞ മസല എത്ര പുരുഷന്മാർക്ക് അറിയാം? നമ്മൾ 80 വയസ്സായി ഇതുവരെ ഈ മസല പഠിച്ചു.
അതാ ഞാൻ പറഞ്ഞത് വഅ്മുർ അഹ്ലക, നിന്റെ കുടുംബത്തോട് നീ കൽപ്പിക്കണമെന്ന് പറഞ്ഞതിൽ ഒരുപാട് പാഠമുണ്ട്. ആദ്യം നമ്മൾ ഈ മസല നല്ലതുപോലെ പഠിക്കണം. അല്ലാഹു തൗഫീഖ് നസീബാക്കട്ടെ. അപ്പോഴേ അറിയാവുള്ളൂ നമ്മുടെ ഭാര്യയുടേതാകുന്ന മാസത്തിലുള്ള മാസമുറ അത് എത്ര നാളാണ്, എത്ര ദിവസങ്ങളാണ് കറക്റ്റ് ആയിട്ട് അറിയണം. ഒരു ഭർത്താവ് ഭാര്യയുടെ അറിയണം, നാട്ടുകാരുടെ മൊത്തം അറിയാനല്ല. ഒരു ഭർത്താവ് അവന്റെ ഭാര്യയുടെ അറിയണം. അപ്പൊ കറക്റ്റ് ആയിട്ട് നിനക്ക് അവരോട് ഓർമ്മപ്പെടുത്താൻ പറ്റും. കാരണം 6 ദിവസം തുടരെ ചെയ്തുകൊണ്ടിരുന്ന ഒരു അമല് 6 ദിവസം തുടരെ മുടങ്ങുമ്പോൾ പൈശാചികത കൂടും, സ്വാഭാവികമായിട്ട് മടി വരും. സ്വാഭാവികമാണ്, മനുഷ്യത്വമാണ്. അശുദ്ധിയുടെ ഘട്ടം കൂടിയാകുമ്പോൾ അവർക്ക് സ്വാഭാവികമായിട്ട് നിസ്കാരത്തോട് വിമുഖത, താല്പര്യക്കുറവ് ഉണ്ടാവും. പിശാച് വല്ലാതെ പിടിക്കും അവരെ. അശുദ്ധിയുടേതാകുന്ന സമയം കൂടിയാണല്ലോ. അതുകൊണ്ട് ആ സമയത്ത് അവർ നിസ്കരിക്കാൻ താല്പര്യപ്പെടൂല. 2 വക്കത്തങ്ങ് പോട്ടേന്ന് കരുതും. ആ 2 വക്കത്തേനും ഹിസാബ് നാളെയുണ്ട്, മനസ്സിലാക്കണം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. രക്തം വന്നാൽ അശുദ്ധിയാണ്, നിസ്കരിക്കേണ്ടതില്ല. രക്തം മുറിഞ്ഞാൽ ഏത് വക്കത്തിനാണോ രക്തം മുറിഞ്ഞത് ആ വക്കത്ത് കൂടി നമസ്കരിക്കണം. അതിന് തൊട്ടുമുമ്പുള്ള ആ വക്കത്ത് കൂടി നിസ്കരിച്ചേ പറ്റൂ എന്നർത്ഥം. അതാണ് ശാഫി മദ്ഹബിലെ നിർബന്ധമായ മസല. നമ്മളെ ആരും ഇത് ശ്രദ്ധിക്കാറില്ല. പലപ്പോഴും അറിയാമെങ്കിൽ പോലും സഹോദരിമാരത് ഗൗനിക്കാറില്ല. വലിയ അപകടമാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പൊ എത്രത്തോളം നിസ്കാരം നിർബന്ധമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഒരു വഖത്ത് പോലും ഒഴിയാൻ പാടില്ല. ശുദ്ധി ഉണ്ടോ നിസ്കരിച്ചു വയ്ക്കണം. വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ടാകാം ഖുർആൻ അത്രത്തോളം കുടുംബത്തോട് കൽപ്പിക്കണമെന്ന് പറയാൻ കാരണം. അല്ലെങ്കിൽ നീ നിന്റെ കുടുംബം നിസ്കരിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ അള്ളാഹു കൽപ്പിക്കണമെന്ന് പറഞ്ഞതിന്റെ സാരം അതാണ്. മടി കാണിക്കാൻ ചാൻസ് കൂടുതലാണ്. ഇന്ന് നോക്ക്, നിങ്ങൾ വൈകുന്നേരമാകുമ്പോൾ ടറഫുകളുടെ സമയം എപ്പോഴാണ്? എത്ര മണിക്കാണ് ടറഫ്? എല്ലാം മഗ്രിബ് ബാങ്ക് വിളിക്കുമ്പോൾ. മഗ്രിബ് നിസ്കരിച്ചതിന് ശേഷമല്ല, മഗ്രിബിന് മുമ്പായിട്ട് തന്നെ മക്കളൊക്കെ പോയി ടറഫിൽ പോയി കയറി. എല്ലാരും പോയി ഇഅ്തികാഫ് അതിനകത്ത്. പിന്നെ ഫുട്ബോൾ കളിയായിട്ട് നിൽക്കാൻ, അല്ലെങ്കിൽ ക്രിക്കറ്റ് കളിയായിട്ട് നിൽക്കാൻ എത്ര നേരമായിരിക്കും? രാത്രി മുഴുവൻ ഒരു 10 മിനിറ്റ് പള്ളിക്കകത്ത് ഇഅ്തികാഫിരിക്കാൻ പറഞ്ഞ ആരെങ്കിലും ഇരിക്കലുണ്ടോ? സുന്നികളായ നമുക്ക് തന്നെ നേരമുണ്ടോ? നിസ്കാരം കഴിഞ്ഞ സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബർ ഒരു ദിക്റിനും നമ്മൾ മഹാത്മ്യം കൽപ്പിക്കാത്ത ഒരു ലോകത്തേക്ക് നമ്മൾ പോയില്ലേ? നമ്മളൊരു ദിക്റിനുമില്ല, നമ്മളൊരു ഔറാദിനുമില്ല. നമ്മൾ വേഗം ചാടി ഇറങ്ങിയിട്ട് ഓടുക. എങ്ങോട്ടാ ഓടുന്നത്? പന്ത് കളി കാണാൻ, അല്ലെങ്കിൽ പന്ത് കളിക്കാൻ. അവിടെ മണിക്കൂറുകൾ സുബൈ വരെ പന്ത് കളിക്കാൻ. ആ മക്കളോട് കൽപ്പിക്കണം, മോനെ നിസ്കരിക്കാൻ പറയണം. 5 വഖത്ത് അവ്വൽ വഖത്തിൽ നിസ്കരിച്ചാൽ അന്നം തരുന്ന അല്ലാഹു പറയുന്നു, അന്നം മുട്ടാതെ നിന്നെ കൊണ്ടുപോകും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റിസ്ക് വിശാലമാകും, ഉറപ്പാണ്. അത് ചെയ്തു നോക്ക് നമ്മൾ. എന്തായാലും അല്ലാഹു പറഞ്ഞത് ശരിയാണോ എന്നറിയാൻ ഇന്ന് മുതലൊന്ന് നിയ്യത്ത് ചെയ്തിട്ട് ഇൻഷാ അല്ലാഹ് ഈ പരിശുദ്ധ റമദാനിന് മുന്നോടിയായി റജബ് മാസത്തിലാണ് നിസ്കാരം ഇറങ്ങിയത്. അതിന്റെ വാർഷികം കഴിക്കുന്ന ഈ സമയത്ത് നമ്മളൊരു നിയ്യത്ത് ചെയ്ത് ഇൻഷാ അല്ലാഹ് ഞാനൊന്ന് ശ്രദ്ധിച്ചു നോക്കാം, എന്റെ കുടുംബത്തെ കൊണ്ടും മക്കളെ കൊണ്ടും നിസ്കരിപ്പിക്കാം എന്ന് ശ്രദ്ധിച്ചു നോക്കിയിട്ട് ഓരോ ഉപ്പമാരും ഓരോ ഉമ്മമാരും തീരുമാനമെടുക്കും. ഉമ്മ മകളോട് നിസ്കരിക്കാൻ പറയും, ഉമ്മായി നിസ്കരിക്കാൻ. ഉപ്പ മകനോട് നിസ്കരിക്കാൻ പറയും, മകനെ കൂട്ടിക്കൊണ്ട് പള്ളിയിൽ വരും. ഒരു വഖത്ത് നിസ്കരിക്കും. ഇന്ന സ്വലാത കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. തീർച്ചയായും നമസ്കാരം എന്ന് പറയുന്നത് സമയബന്ധിതമാണ്, സമയബന്ധിതമാണ്. ഇന്ന സ്വലാത കാനത അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. അവ്വൽ വഖത്തിൽ നമസ്കരിക്കുന്ന പ്രിയപ്പെട്ട ഉമ്മമാരെ, സഹോദര സഹോദരിമാരെ, നിങ്ങൾക്ക് രക്ഷയാണ്, മക്കളെ കൊണ്ട് നമസ്കരിപ്പിക്കുന്നവരെ നിങ്ങൾക്ക് റിസ്ഖ് അല്ലാഹു ഏറ്റെടുത്തിരിക്കുകയാണ്. ലാ നസ്അലുക റിസ്ഖാ നഹ്നു നർസുഖുക വൽ ആഖിബതു ലിത്തഖ്വാ. അല്ലാഹുവിനെ ഭയന്ന് തഖ്വ വെച്ച് ജീവിക്കുന്നവർക്കാണ് അന്തിമ വിജയമെന്നും വിശുദ്ധമായ ഖുർആൻ. പടച്ചറബിനെ ഭയന്നുകൊണ്ട് അവ്വൽ വഖത്തിൽ നമസ്കാരങ്ങൾ നിർവഹിച്ചുകൊണ്ട് നിലകൊള്ളുന്നവരെ നിങ്ങൾ തഖ്വയുടെ വക്താക്കളാണ്. ഇന്ന് എത്ര ആളുകൾക്കാണ് നിസ്കാരങ്ങൾ മുടങ്ങുന്നത്? നഊദു ബില്ലാഹ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. നിസ്കാരം മുടങ്ങുന്നതെന്ന് പറഞ്ഞാൽ നിസ്സാരവൽക്കരിക്കാൻ. ചില ആളുകൾ പറയാറുണ്ട്, ഉസ്താദ് ഞങ്ങളൊക്കെ നിസ്കാരക്കാരാണ്. എടാ, നിസ്കാരം എന്ന് പറയുന്നത് അവ്വൽ വഖത്തിൽ നിസ്കരിച്ചെങ്കിൽ മാത്രമേ അത് നിസ്കാരമായി പരിഗണിക്കൂ. നീ തോന്നും പോലെ നിസ്കരിച്ചാലൊന്നും നിസ്കാരമല്ല. 3 കൂട്ടരുടെ നിസ്കാരം അല്ലാഹു സ്വീകരിക്കില്ല. നബി മുഹമ്മദ് മുസ്തഫ
ശരിക്കും മനസ്സിലാക്കണം. 3 കൂട്ടർ. അതിൽ ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അടിവരയിട്ട് അടയാളപ്പെടുത്തിയതാണ്, ഒരു മനുഷ്യൻ അവൻ നമസ്കാരത്തെ എപ്പോഴും പിന്തിച്ചേ നിസ്കരിക്കുള്ളൂ. നിസ്കരിക്കും, പക്ഷെ എല്ലായ്പ്പോഴും നിസ്കാരം പിന്തിക്കും. അങ്ങനത്തെ ഒരുത്തൻ അവന്റെ നിസ്കാരം അല്ലാഹുവിന് വേണ്ട, അല്ലാഹു സ്വീകരിക്കില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഒരുപാട് ആളുകളുണ്ട് അങ്ങനെ. സുബഹി നിസ്കാരം മിക്ക ആളുകളും വൈകിക്കും. കാരണം അലാറം വെക്കുന്നതിന് അവന്റെ സൗകര്യത്തിന് 2 മണി വരെ സിനിമയും സീരിയലും കണ്ടിരിക്കും. ഏതെല്ലാം പടങ്ങൾ ഇറങ്ങിയിട്ടുണ്ടോ, നെറ്റ്ഫ്ലിക്സിൽ വന്നതുണ്ടോ, ഹോട്ട്സ്റ്റാർ വന്നതുണ്ടോ ഒക്കെ ഇരുന്ന് എത്തിക്കാപ്പ് വെച്ച് കാണുക. മൊബൈലിൽ, ഇൻസ്റ്റഗ്രാമില്, ഫേസ്ബുക്കിൽ ഇങ്ങനെ കറങ്ങി നിലകൊള്ളും സുബൈ വരെ. എന്നിട്ട് സുബൈ ആവുമ്പോഴത്തേക്കും അലാറം വെക്കുന്ന എത്ര മണിക്കാ? 6 മണിക്ക് അലാറം വെക്കും, അല്ലെ 6:30, 7 മണിക്ക് അലാറം വെക്കും. എഴുന്നേറ്റിട്ട് ചിലര് നിസ്കരിക്കും, ചിലര് ളുഹറിന് മുമ്പ് നിസ്കരിക്കും. ചില ആളുകൾ അങ്ങനെയുണ്ട്. പള്ളി വന്നിട്ട് ജുമായ്ക്കാണെങ്കിലും, ഇപ്പൊ നാളെ നോക്കിക്കോണം, പള്ളിയിൽ ജുമായ്ക്ക് ഇമാം ഇമ്മ ഖുത്ബ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ഫ്രണ്ടിൽ വന്നിട്ട് 2 കൈ കൂട്ടിയിട്ട് ഒരു ബോധവും ഇല്ല, നാണോ ഇല്ല, അങ്ങനത്തെ ചില കുനൂത്ത് ഓതിക്കൊണ്ടിരിക്കും. അല്ലാഹു മലക്കാക്കുമാറാവട്ടെ. നിസ്കരിക്കുന്നുണ്ടെന്ന് നാട്ടുകാരെ അറിയിച്ചതാണ്. പക്ഷെ ഏറ്റവും വലിയ പടുവിട്ടിയാണ് ഇവൻ. കാരണം സുബഹിയാണ് ഈ നിസ്കരിക്കുന്നത്. അതും ഇപ്പൊ ജുമാടെ സമയത്ത് വന്നിട്ട് കൈ പൊക്കി നിൽക്കുക. മിക്ക ആളുകളും മുമ്പ് അതൊക്കെ ഏതെങ്കിലും പള്ളിയുടെ കോലായി പോയി എന്നാ കാണിക്കുന്നത്. ഇപ്പൊ നേരെ ഫ്രണ്ടിൽ വന്നിട്ടാണ്. അങ്ങനെയാണല്ലോ. ഒരു സുന്നത്ത് നിസ്കരിക്കുകയാണെങ്കിൽ 10 പേരെ അറിയിക്കാം. സുബഹിക്ക് കൊണ്ട് വന്നിട്ട് ചില ആളുകൾ പള്ളിക്കകത്ത് ഖുർആനൊക്കെ ഓതിക്കൊണ്ടിരിക്കുന്നവർ അടുത്തോട്ട് സലാം പറച്ചിലാണ്. എന്താണ്? ഞാൻ സുബഹിക്ക് വന്നിട്ടുണ്ട്, എല്ലാവരും ഓർത്തു വെച്ചോ എന്നാണ് എന്റെ അർത്ഥം. ളുഹറിന് കൂട്ടിയിടിച്ചാൽ പോലും സലാം പറഞ്ഞാത്ത ടീമാണ്. പ്രത്യേകിച്ച് ഒരു അസ്സലാമു അലൈക്കും. കാരണം ഉദ്ദേശം അല്ലാഹു നമ്മളെ സാലിഹ്യങ്ങളെ ചേർക്കാൻ. നീ നിയ്യത്ത് നല്ലതാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. നിയ്യത്ത് നല്ലതെങ്കിലും ചെയ്യടോ, തൗഫീഖ് പിന്നിൽ നിന്ന് തള്ളിത്തരുമടോ. നല്ല നിയ്യത്താണെങ്കിൽ ഓക്കെ, നിയ്യത്ത് മോശമാണെങ്കിൽ പോയി. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അപ്പൊ നിസ്കാരത്തെ ഗൗനിക്കണം. അത് കളിതമാശകൾക്ക് വേണ്ടി കളയാനുള്ളതല്ല. കല്യാണം വന്നു, ആ കല്യാണ വീട്ടിലേക്ക് പിന്നെ ഇടിച്ചു കയറുക. ഒരു കല്യാണം വിളിച്ചാൽ പിന്നെ തീർന്നു. ഒരാഴ്ച പിന്നെ അവിടെയാണ്. വീട്ടിൽ അടുപ്പ് പോലും കത്തിക്കൂല. ആ വീടുമായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞൂടെ. അവിടെയാണെങ്കിലോ ഇല്ലാത്ത പേക്കൂത്തുകളൊന്നും ഇല്ല. പണമുള്ളവൻ പേക്കൂത്തുകൾ കിന്നടിമയാ, കല്യാണം അത് നടമാടുവാനൊരു വേദിയാ. പണമുള്ളവൻ പേക്കൂത്തുകൾ കിന്നടിമയാ, കല്യാണം അത് നടമാടുവാനൊരു വേദിയാ. സദ്യക്ക് സമയം എത്തിയാൽ കേൾക്കുന്നതാ, വിഭവങ്ങളെല്ലാം പലതരം ഇവിടുള്ളതാ. ബിരിയാണി വേണ്ടവർ പോകണേ തെക്കോട്ട്, നെയ്ച്ചോറിനാഗ്രഹമുള്ളവർ വടക്കോട്ട്. വെറും ചോറും കറിയും പ്രഥമനും കിഴക്കോട്ട്. പോകേണ്ടതാണ് കൈ കഴുകുവാൻ താഴോട്ട്. ആർക്കെവിടെയും നോക്കാം രസിക്കാം, സ്ത്രീകൾക്ക് സ്വർഗം തന്നെയായി കണക്കാക്കാം. മഹാനായ മർഹൂം തഴവ ഉസ്താദ് അവറുകൾ 25 വർഷമായി അവിടുന്ന് വഫാത്തായി. എന്റെ ഉമ്മയുടെ ഉപ്പയും കൂടിയാണ്. അല്ലാഹുവിന്റെ ദറജ ഉയർത്തുമാറാവട്ടെ. അതിനും 25 വർഷങ്ങൾക്ക് മുമ്പ് എഴുതി പൂർത്തീകരിച്ചതാണ് അൽ മവാഹിബുൽ ജലിയ, അഥവാ 50 വർഷം പഴക്കമുള്ളതാകുന്ന ഗ്രന്ഥം. ഒരു കറാമത്തിന്റെ എഴുത്ത് അവിടുന്ന് എഴുതി. ഇന്ന് നമ്മുടെ തലമുറയിൽ നേർക്ക് നേരെ കാണുക. കല്യാണത്തിന് സദസ്സെത്തിയാൽ അങ്ങനെ എന്താ കഴിക്കുക? ബിരിയാണി വേണം. കൊളസ്ട്രോൾ 250 ഉണ്ട് കൊളസ്ട്രോൾ, എന്നാലും കുഴപ്പമില്ല, ബിരിയാണി വേണം. വേഗം മയ്യത്താട്ടി ബിരിയാണി. നെയ്ച്ചോറും പള്ളിപ്പള്ളി അങ്ങോട്ട് വയ്ക്കും. ഇങ്ങനെ വ്യത്യസ്തമായ രീതിയിലാക്കി തരംതിരിച്ച്. മുമ്പൊന്നും ഇല്ല, എന്തെങ്കിലും ഒരു കഷ്ണം കിട്ടിയാലായി അസ്സലാമു അലൈക്കും. കാണിക്കുന്ന ആർഭാടങ്ങൾ പറയേണ്ടതില്ലല്ലോ. വിവിധങ്ങളാകുന്ന ഡ്രസ് കോഡാണ്. നാട്ടുകാർക്കും വീട്ടുകാർക്കും വീട്ടിലുള്ളവർക്കും ബന്ധുമിത്രാദികൾക്കും മരുമക്കൾക്കും ഒരു ഡ്രസ് കോഡ്, മക്കൾക്കെല്ലാവർക്കും വേറൊരു ഡ്രസ്. മരുമക്കളെല്ലാം പച്ചയാണെങ്കിൽ മറ്റൊരു മഞ്ഞ, ഒരു റോസാണെങ്കിൽ ഒരു വേറെ. എല്ലാവർക്കും ഡ്രസ് വാങ്ങിച്ച് അവസാനം പുതിയ പെണ്ണിന്റെ തലയ്ക്ക് മീതെ വലിയതാകുന്ന ഒരു മത്താപ്പും വെച്ചിട്ട് പെണ്ണിനെ കൊണ്ടുവന്നു. പെണ്ണിന് ഡ്രസ് ഇല്ല, പെണ്ണ് തുണിയില്ലാതെ ബാക്കി എല്ലാവർക്കും ഡ്രസ് വാങ്ങിച്ചു. പെണ്ണിന് ഡ്രസ് എടുക്കാൻ മറന്നുപോയി. അവരിവിടെയും കീറിയിട്ട് പുറവും കീറിയിട്ട് വയറും കീറിയിട്ട് എല്ലാം തുറന്നു വെച്ചിരിക്കും. അല്ലാഹു മഅകാക്കുമാറാവട്ടെ.
നാട്ടുകാർക്ക് മുഴുവൻ ഡ്രസ്സ് എടുത്തു കൊടുത്തതാകുന്ന വാപ്പ മകൾക്ക് ഡ്രസ്സ് എടുക്കാൻ പറഞ്ഞു. ഇതിനാണ് പേക്കൂത്തെന്ന് പറയുക. അതാണ് തഴവസ്ഥാന്ന് പറഞ്ഞത്. പണമുള്ളവൻ പേക്കൂത്തുകൾക്കിന്നടിമയാ, കല്യാണം അത് നടമാടുവാനൊരു വേദിയാ. പണച്ചാക്കുകളാകുന്ന ആളുകൾ പണത്തിന്റെ പളവളപ്പ് കാണിക്കുന്നത് ഈ നിലയ്ക്കാണ്. സ്വന്തം മക്കളുടെ കല്യാണം കടന്നു വരാൻ കാത്തിരിക്കുകയാണ്. ആർഭാട കല്യാണങ്ങൾ ഇന്ന് നാട്ടിൽ മുഴുവനും സുലഭമല്ലേ? എത്രയെത്ര ആർഭാട കല്യാണങ്ങളാണ് ഈ സമൂഹത്തിന് നാശമായി വന്നിട്ടുള്ളത്. സമസ്തയുടെ സമുന്നതരാകുന്ന ആലിമീങ്ങൾ ഉറക്കെ പ്രഖ്യാപനം നടത്തിയതല്ലേ, പാടില്ലാത്തരത്തിലുള്ളതാകുന്ന നീചമാകുന്ന പ്രവർത്തനത്തിലേക്ക് നിങ്ങൾ പോകരുതേ, പോകരുതേ. എന്നിട്ടും ഈ സമുദായത്തിന്റെ മക്കൾ ഓരോ ഒട്ടകത്തിന്റെ പുറത്തും കുതിരപ്പുറത്തും JCBയുടെ മുകളിലുമൊക്കെ വരനെയും വധുവിനെയും കൊണ്ടുവരുകയാണ്. ഈ അടുത്തിടെ തന്നെ നിങ്ങൾ കണ്ടില്ലേ, വലിയൊരു കേസിൽ പോലായതാകുന്ന സംഭവം പോലും ഈ അടുത്തിടെ നിങ്ങൾ ദർശിച്ചില്ലയോ? റോഡിലൂടെ നടന്നു പോകുന്നതും മറ്റുള്ളവർക്കും വാഹനത്തിൽ പോകുന്നവർക്കും മുഴുവനും തടസ്സമായി റോഡ് മുഴുവനും അടച്ചു വെച്ചിട്ട് വലിയ പൂത്തിരി കത്തിച്ചുകൊണ്ട് ഒച്ചപ്പാടുണ്ടാക്കിയും ചെറുക്കന്റെ കൂട്ടുകാരും എല്ലാവരും ചേർന്നുകൊണ്ട് അവനെ കൊണ്ടുവരുകയാണ്. ഒരൊട്ടകത്തിന്റെ പുറത്തിരുത്തിക്കൊണ്ട് വലിയതാകുന്ന എഴുന്നള്ളിപ്പാട്. ആരാണ് ഈ സമുദായത്തെ പ്രതിക്കൂട്ടിലേക്ക് കൊണ്ടുവന്നത്? മറ്റുള്ള മതങ്ങളുടേതാകുന്ന ആചാര അനുഷ്ഠാനങ്ങൾ പോലും ഈ സമൂഹത്തിലേക്ക് ചേക്കേറിയില്ലേ? അവര് കാണിക്കാത്ത നീചവൃത്തി പോലും ഈ സമൂഹം ഏറ്റെടുത്തില്ലേ? അള്ളാഹു നൽകിയിരിക്കുന്ന സമ്പത്ത് ദൂരത്തും ദുർവ്യയം ചെയ്തുകൊണ്ട് ചെലവഴിക്കുകയല്ലയോ? ആഖിറത്തിൽ വലിയ ഹിസാബില്ലേ? പാരത്രികമാകുന്ന ലോകത്തെ പറ്റി എന്റെ പ്രിയപ്പെട്ട മുസ്ലിമേ നീ ചിന്തിക്കാതെ പോകുന്നത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, നാളെ ആഖിറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ വസ്തുക്കളെ പറ്റിയും അതിനെക്കുറിച്ച് മാത്രമാണ് ചോദ്യമെങ്കിൽ സമ്പത്തിനെ കുറിച്ച് അല്ലാഹു രണ്ട് ചോദ്യം ചോദിക്കുകയാണ്. മിൻ ഐന ഇക്തസബഹു വഫീമാ അൻഫഖ. നിന്റെ കയ്യിലേക്ക് വന്ന സമ്പത്ത് എവിടെ നിന്നാണ് വന്നത്? എവിടെയാണ് ചെലവഴിച്ചത്? രണ്ടും അല്ലാഹു ചോദിക്കുകയാണ്. എവിടെ നിന്നാണ് നിന്റെ കയ്യിലേക്ക് സമ്പത്ത് വന്നത്? ഏതെല്ലാം സ്ഥലങ്ങളിലാണ് നീ ചെലവഴിച്ചത്? പടച്ചറപ്പിന്റെ മുന്നിൽ കൈകെട്ടി നിന്നുകൊണ്ട് നീ കണക്ക് പറയേണ്ട ഒരു രംഗം പ്രിയപ്പെട്ട മുസ്ലിമേ, മുസ്ലിമത്തെ നീ ചിന്തിക്കണേ. എന്റെ മക്കളുടെ കല്യാണം ഞാൻ ആർഭാടമായിട്ട് തന്നെ നടത്തുമെന്ന് വലിയ കോരത്തിൽ പറയുന്നതാകുന്ന മുസ്ലിമേ, എത്രയോ പാവപ്പെട്ട പെൺകുട്ടികൾ ഈ കൊച്ചു കേരളത്തിലുണ്ട്, നമ്മുടെ നാടുകളിലുണ്ട്. പാവപ്പെട്ടതാകുന്ന സഹോദരിമാര് ശ്രീധനമെന്ന മഹാവിപത്തിന്റെ പേരിൽ കണ്ണീര് കുടിച്ചുകൊണ്ട് 30, 35, 40 വയസ്സെത്തിയതാകുന്ന സഹോദരിമാരില്ലേ, മനസ്സ് വിങ്ങുകയല്ലേ? ഒരു ചെറുപ്പക്കാരനുമായിട്ടുള്ള നല്ല ഒരു ജീവിതം കിട്ടാതെ മാനസികമായി പ്രയാസപ്പെടുന്ന എത്രയോ കുടുംബങ്ങളുണ്ട്. അയൽവാസികളും നാട്ടുകാരും സ്വന്തം കൂട്ടുകാരികൾ വരെ ഇത്തരത്തിലുള്ളതാകുന്ന ആർഭാടകരമാകുന്ന ജീവിതം നയിക്കുമ്പോ എനിക്കൊരു നല്ല ഒരു ജീവിതം കിട്ടാനില്ലാതെ പ്രയാസപ്പെടുകയാണെന്ന് പറഞ്ഞ് എത്രയോ സഹോദരിമാരാണ്, എത്രയോ സഹോദരിമാരാണ് സങ്കടപ്പെടുന്നത്. എത്രയോ ഉപ്പമാരാണ് പ്രയാസപ്പെടുന്നത്. എന്തിനാണ് സഹോദര സഹോദരി ഈ പണത്തിൻ്റെതാകുന്ന അഹങ്കാരം നീ എന്തിനാണ് ഈ കാണിക്കുന്നത്? അല്ലാഹു ഖുർആനിലൂടെ പറയുകയാണ്, വലാ തുബദ്ദിറ തബ്ദീറാ ولا تبذر تبذيرا إن المبذرين كانوا إخوان الشياطين وكان الشيطان للإنسان كفورا. നിങ്ങൾ ദൂർത്തും ദുർവ്യയവും ചെയ്യരുതേ. വലാ തുബദ്ദിറ തബ്ദീറാ. സമ്പത്ത് കൊണ്ടുവന്ന ഹറാമായ മേഖലകളിലേക്കാകട്ടെ ഹലാലായ മേഖലകളിലേക്കാകട്ടെ ഹറാമായ നിലയിൽ നിങ്ങൾ ചെലവഴിക്കരുതേ. അത് പാടില്ലാത്തതാണ്, തൂർത്ത് പാടില്ലാത്തതാണ്. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാതീൻ. കല്യാണത്തിന്റെ പേരിലാകട്ടെ വീട് കൂടലിന്റെ പേരിലാകട്ടെ സമ്പത്ത് ഹറാമായ മേഖലകളിലേക്കൊക്കെ അനാവശ്യമായി ചെലവഴിക്കുന്നവരെ നാളെ ആഖിറത്തിൽ
പടച്ച റബ്ബിന്റെ ദർബാറിൽ വലിയ ഹിസാബാണ്. അവർ തീർച്ചയായും പിശാചുക്കളുടെ സഹോദരങ്ങളാ. ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാതീൻ. പിശാചുക്കളുടെ സഹോദരങ്ങളാണ്, ശൈത്താനിന്റെ സഹോദരങ്ങളാണ് അവരെന്ന് വിശുദ്ധമായ ഖുർആൻ. സമ്പത്ത് ആവശ്യമില്ലാതെ ചെലവഴിക്കുന്ന ആളുകൾ പിശാചിന്റെ സഹോദരങ്ങളാണ്. അല്ലാഹു പറയാ, അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എന്ത് വിഷയത്തിലും ആർഭാടകരമാകുന്ന ജീവിതം നയിക്കുന്ന ആളുകൾ ചിലർ കൊണ്ട് എപ്പോഴും വീടിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കും. വീടിങ്ങനെ പുതുക്കി പഠിക്കും. അതല്ല പരിപാടി. പിടിച്ചതൊന്നും പോരാ, വീണ്ടും ഇങ്ങനെ 2 മുറി, വീണ്ടും ഒരു എക്സ്ട്രാ മുറി, വീണ്ടും അപ്പുറത്തേക്ക് ഇങ്ങനെ ആവശ്യമില്ലാത്ത പരിപാടിക്ക് നീ നിൽക്കുന്നുണ്ടോ, ധൂർത്തും നിർവയത്തിലേക്ക് പോകുക, വലിയ വിപത്തുണ്ടാവും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. പിശാചിന്റെ സഹോദരങ്ങളാണ്. അപ്പൊ നിസ്കാരത്തെ ഗൗനിക്കാതെ പോകുന്ന ആളുകൾ കല്യാണത്തിന്റെ പേര് പറയാം, അതിന്റെ പർച്ചേസിങ്ങിന് വേണ്ടി ഒരു ദിവസം, സ്വർണം പർച്ചേസിങ്ങിന്, വസ്ത്രം പർച്ചേസിങ്ങിന്, അതൊക്കെ അടിക്കാൻ കൊടുക്കാൻ ഒരു ദിവസം, അതൊക്കെ അണിയാൻ കൊടുക്കാൻ ഒരു ദിവസം, ഇനി അതല്ല ഒരുങ്ങാൻ വേണ്ടി ഒരു ദിവസം. 3 ദിവസം മുമ്പ് തന്നെ പൊട്ടിയിട്ടിരിക്കാൻ പെണ്ണുങ്ങൾ. പിന്നെ അല്ലാഹു നിസ്കാരം ഇല്ല, ഓത്ത് മുഴുവൻ പൊട്ടി വാരി തേച്ച് 3 ദിവസത്തിന് മുമ്പ് ഇട്ട് വെച്ചിരിക്കാൻ. പുതിയ പെണ്ണ് തലേന്നേ ഒരുങ്ങി വെച്ചിരിക്കാൻ, പോളിഷ് ചെയ്ത നഖമായിട്ട് നിൽക്കാൻ, വെള്ളം തൊടാൻ പാടില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഇനി നിസ്കാരം ഇല്ല, ഹലാക്കായി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. നല്ലൊരു സുന്നത്തായ കർമ്മത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ ഫർളായ എല്ലാം ഒഴിവാക്കിയിട്ട് എത്ര പേരുണ്ട് കല്യാണത്തിന്റെ അന്നത്തെ ദിവസങ്ങളിലൊക്കെ നമസ്കാരങ്ങൾ ശ്രദ്ധിക്കുന്ന ആളുകൾ. പള്ളിയിൽ വെച്ച് നിസ്കാരം നിക്കാഹ് നടത്തും. ളുഹർ ബാങ്ക് വിളിക്കുന്നതിന് ഒരു 10 മിനിറ്റ് മുമ്പ് നിക്കാഹ് കഴിഞ്ഞ് നോക്കുമ്പോൾ പുതിയാപ്പിളെ കാണുന്നില്ല. അവൻ ഒറ്റ മുങ്ങലാണ്. കാരണം സുബൈ പോലും നിസ്കരിക്കാത്ത ടീമാണ്. വേഗം പോയി പെണ്ണുങ്ങളായിട്ട് കണ്ട് റാഹത്തായിട്ട് ഓടിത്തോടി പോയിരിക്കും. 10 മിനിറ്റ് കൂടെ കഴിഞ്ഞ ഇവിടെ ബാങ്ക് കൊടുക്കും. ചിലര് ബാങ്ക് കൊടുത്തിട്ട് പോലും ഇറങ്ങിപ്പോകുന്നവരുണ്ട്. കാരണം ഇക്കാമത്ത് കൊടുക്കാൻ 15 മിനിറ്റ് ഉണ്ടല്ലോ, അതിനിടയിലൊന്നും പെണ്ണുങ്ങളെ പോയി കണ്ടിട്ട് വരാം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ പെണ്ണ് കെട്ടുന്നത്? എന്തിനാണ് ഈ പരിപാടിക്ക് നിൽക്കുന്നത്? ഇതൊരു സുന്നത്തായ കർമ്മമല്ലേ? അതിലൊരു ബറക്കത്ത് വേണ്ടേ, ഐശ്വര്യം വേണ്ടേ? അതിനു വേണ്ടിയിട്ടല്ലേ പള്ളിയിൽ വെച്ചുകൊണ്ട് ഈ മനോഹരമായ കർമ്മത്തെ നടത്തിയത്. നിങ്ങൾ നിക്കാഹിനെ പരസ്യപ്പെടുത്തണേ, നിങ്ങളത് പള്ളിയിൽ വെച്ചുകൊണ്ടാകണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ ഓഡിറ്റോറിയം ഒക്കെ കാണുമ്പോൾ ചിലർക്ക് പള്ളി പിന്നെ വേണ്ട, ഓഡിറ്റോറിയത്തിൽ തന്നെ നടത്തിയാൽ മതി. ആരായത്? ബാക്കി എല്ലാ വിഷയത്തിലും ദീനും ആയത്തും ഹദീസും ഒക്കെ ഓതി പറയുന്ന ആളാണ്. എന്നൊക്കെ പറഞ്ഞ് മരുഭൂമി മണൽ കയറ്റുന്ന ടീമാണ്. കണ്ടതിനും കേട്ടതിനും ഒക്കെ ആയത്തും ഹദീസും ഓതും. സ്വന്തം കാര്യം വന്നപ്പോ ഒന്നുമില്ല, എല്ലാം ഹറാമാണ്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ആർഭാടം കാണിക്കുകയാണ്, ആർഭാടം. നിസ്കാരത്തെ ഗൗനിക്കുന്നില്ല, നിസ്കാരത്തെ നിസ്സാരമാക്കി വിട്ടു. ഫേഷ്യൽ ചെയ്യാൻ വേണ്ടി ഒരു ദിവസം കൊണ്ട് വിട്ടു. അല്ലാഹു, പിന്നെ അന്നത്തെ ദിവസത്തെ നിസ്കാരം മുഴുവൻ. എത്ര സമയങ്ങളാണ് ഇതിനു വേണ്ടിയൊക്കെ ചെലവഴിക്കും, എത്ര മണിക്കൂറുകളാണ്. ഒരു 5 മിനിറ്റ് ഖുർആൻ ഓതാൻ സമയമില്ല, ഓതലുണ്ടോ? ഒരു യാസീൻ ഓതാൻ സമയമുണ്ടോ? ഒരു വാഖിഅ ഓതാൻ സമയമുണ്ടോ? ഒരു സൂറത്തുൽ മുൽക്കിന് സമയമുണ്ടോ? ഒരു സൂറത്തുൽ ദുഹാന് സമയമുണ്ടോ? നാളെ വെള്ളിയാഴ്ച ദിവസമാണ്, ഒരു അൽ കഹ്ഫ് ഓതണമെന്നുണ്ടോ? 3 വട്ടം ഓതണമെന്നാണ് അൽ കഹ്ഫ് സൂറത്ത്. ഒന്ന് വെള്ളിയാഴ്ച രാവ്, നാളെ സുബൈ കഴിഞ്ഞ് മറ്റൊന്ന്, ജുമുഅയ്ക്ക് മുമ്പ് മറ്റൊന്ന്. 3 പ്രാവശ്യം ഓതണമെന്നാണ്. ഒരെണ്ണം ഓതിയ കിട്ടാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ. ഒരെണ്ണം പോലും ഓതാത്ത ഖൗമിനോടാണ് 3 വട്ടം ഓതാൻ പോകുന്നത്. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കുമാറാവട്ടെ. ഒരെണ്ണമെങ്കിലും ഓതാവോ, രക്ഷപ്പെട്ടൊന്നുമില്ല, അതിനൊന്നും സമയമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മൻ ഖറഅ സൂറത്തുൽ കഹ്ഫി ഫീ യൗമിൽ ജുമുഅ ഔ ലൈലത്തിൽ ജുമുഅ അല്ലാഹു ലഹു മാ ബൈനൽ ജുമുഅത്തൈൻ. ആരെങ്കിലും 2 ജുമുഅക്കിടയിൽ പരിശുദ്ധമാക്കപ്പെട്ടതായ സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്നുണ്ടോ? പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന സൂറത്തുൽ കഹ്ഫ് വെള്ളിയാഴ്ച ദിവസമോ അതിന്റെ രാവിലോ പാരായണം ചെയ്യുന്നവരുണ്ടോ? 2 ജുമുഅകൾക്കിടയിൽ അല്ലാഹു പ്രകാശമിട്ട് കൊടുക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആത്മീയമായ ഒരു പ്രകാശം അല്ലാഹു നൽകും. നമുക്കതൊന്നും വേണ്ട, നമുക്ക് ദുനിയാവിന്റെ പുറകെ പോയാൽ മതി. നിസ്കാരം ഒന്നും കറക്റ്റ് അല്ല, പിന്നെ എങ്ങനെ നമ്മുടെ കാര്യങ്ങൾ നടക്കും? ആരാ ശ്രദ്ധിക്കുന്നത്? എത്ര പുതിയ ആപ്പിളെ, എത്ര പുതിയ പെണ്ണും സാധിക്കുന്നുണ്ട്. നിസ്കാരമൊക്കെ ഒരു വക്കത്തിൽ നിസ്കരിക്കുന്ന ആളുകൾ എത്ര പേരുണ്ട്? അങ്ങനെയൊന്നും ചിന്തിച്ചാൽ അതൊന്നും നടക്കൂല ഉസ്താദേ. നടക്കും, നടന്ന ആളുകളല്ലേ ഇത്രയും കാലം ഉണ്ടായിരുന്നത്.
നമ്മൾ ഈ ആർഭാടങ്ങളും ശരീരത്തുള്ളതിനകത്ത് ആഭരണങ്ങളും ഒക്കെ അണിഞ്ഞിട്ട് ഇങ്ങനെ നടക്കുന്നത് കൊണ്ടല്ലേ എല്ലാവരും ഒരുങ്ങി തയ്യാറായിട്ട് ഇങ്ങനെ നടക്കാൻ. നിസ്കാരത്തെ ഗൗനിക്കാതെയുള്ള ഈ ഒരുക്കവും ഇതിന്റെ പിറകെയുള്ള പോക്കും ഒന്നും ഒരു ഗുണവും ഉണ്ടാവൂല, ജീവിതത്തിൽ മറക്കത്തില്ല. അതാ കെട്ടിക്കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോ ഭർത്താവിന് സംശയം, പെണ്ണിനെ വീട്ടിൽ കൊണ്ടേയാക്കി. വലിയ ഒരുക്കായിരുന്നല്ല, വലിയ ഒരുക്കമായിരുന്നു, വലിയ ഒരുമിച്ചിരിക്കലായിരുന്നു. ഒരുമിച്ചിരിക്കൽ ഒരാഴ്ച നീണ്ടില്ല, അതിനു മുമ്പ് വീട്ടിൽ കൊണ്ടുവിട്ടു. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. കാരണം ബറക്കത്തില്ലാതായി പോയി. ബറക്കത്താക്കപ്പെട്ട നിസ്കാരത്തെ ഗൗനിച്ചില്ല. അള്ളാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ദൂർത്തും ദുർവ്യവും കേവലം ഈ ഒരു ഭക്ഷണത്തിൽ മാത്രമല്ല, ഭക്ഷണത്തിൽ ദൂർത്ത് നിസാരമല്ല, ധാരാളമാണ്. കല്യാണത്തിന് ആളുകൾ ഇങ്ങനെ വിളിച്ചു കൂട്ടിയിട്ട് അവരെല്ലാം യാചകന്മാരാക്കുന്ന ബൊഫേ സംസ്കാരം ഇന്ന് സമൂഹത്തിൽ വല്ലാതെ കൂടി വരും. ആളുകളെ വിളിച്ചിട്ട് നമ്മൾ സൽക്കരിക്കുമ്പോൾ അവരെ മാന്യമായി ഇരുത്തി വൃത്തിയായി സൽക്കരിക്കണം. അവർക്ക് അങ്ങോട്ട് വിളമ്പി കൊടുക്കണം. അവരിയ്ക്കുന്ന സ്ഥലത്ത് വെള്ളവും ഭക്ഷണവും കൊണ്ട് കൊടുക്കും. ഇത് വന്നിട്ട് ഇവര് പ്ലേറ്റ് എടുത്തിട്ട് ഇങ്ങനെ കറങ്ങി നടക്കുക റോഡിൽ കൂടെ. ആചാര്യ പറമ്പിൽ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് പൊറോട്ടയും 2 ചിക്കൻ ചാറ്. ഒരു വട്ടം ചോദിച്ചിട്ട് പിന്നെ രണ്ടാമത് പോകാൻ ആചാര്യർക്ക് മടി, വിശപ്പുണ്ട്, പക്ഷെ പോകാൻ മടിയാണ്. രണ്ടാമത് ചെല്ലുമ്പോൾ പിള്ളേർ വിളമ്പുന്നമാരിങ്ങനെ നോക്കാണ്. ആചാര്യത്തിനും ഇവിടെ വന്നതല്ലേ. കഴിക്കാൻ കൊടുക്കുന്ന പ്ലേറ്റോ ചെറിയൊരു വട്ടയര പോലെയുള്ള ചെറിയ പ്ലേറ്റ്. കാരണം ഒരു പൊറോട്ട ഇടാവുള്ളൂ, രണ്ടാമത്തെ ഇട്ട് കഴിഞ്ഞാൽ വെളിയിലോട്ട് പോകണം. അതിന് സൈസ് പറ്റിയ പ്ലേറ്റ്. വലിയ പ്ലേറ്റ് കൊടുക്കൂല, കൂടുതൽ ഇട്ടാൻ തിന്നണ്ടെന്ന്. അല്ലാഹു മുളക്കാക്ക. ഇങ്ങനെ നീ 7000-ഉം 10000-ഉം പേരെ വിളിച്ച് കല്യാണം നടത്തിയിട്ട് എന്താ കാര്യം? 10 പേരെ വിളിക്കും, അവർക്ക് മാന്യമായി സൽക്കരിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതല്ലേ വേണ്ടത്. 10 പേരെ വിളിച്ചാൽ മതി, അവരെ മാന്യമായി സൽക്കരിക്കും. ചെലവ് ചുരുക്കിയിട്ടുള്ള നിക്കാഹിലാണ് ബറക്കത്തെന്ന് നബി മുഹമ്മദ് മുസ്തഫ പറഞ്ഞതാണ്. ബറക്കത്ത് ഏതിനാണ്? ഏറ്റവും നല്ല ബറക്കത്തുള്ളതാകുന്ന നിക്കാഹ് ചെലവ് ചുരുങ്ങിയിട്ടുള്ള നിക്കാഹ്. ആരാണിത് പറഞ്ഞത്? ഹബീബ് മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഭക്ഷണത്തിലുള്ളതാകുന്ന തോർത്ത് ഇഷ്ടം പോലെ ഭക്ഷണം അവസാനം ഇഷ്ടം വരിക. എന്നിട്ട് ആ സമയമാകുമ്പോ യത്തീംഖാനെ വിളിച്ച് ചോദിക്കുക, ചോറിച്ചിരി കൊണ്ട് തരട്ടെ. യത്തീം പിള്ളേർക്ക് അതിന് മുമ്പ് ഇന്നലെ ഉസ്താദ് വിളിച്ച് ചോദിച്ചോളൂ, കല്യാണമാണ്, വല്ലതും വിളമ്പം കൊടുക്കും. ഒന്നും കൊടുക്കുന്നില്ല. ഇവിടെ ചെമ്പ് കണക്കിന് ചോറ് മിച്ചം വന്നപ്പോഴത്തേക്കും ഫോൺ വിളിച്ച് ചോദിക്കണം, വല്ലതും ഉണ്ടോ, മിച്ചം കൊണ്ട് തരട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇങ്ങനെ കാണിക്കുന്ന പ്രകൃതല്ലേ, അല്ലെങ്കിൽ ആരും അറിയാതെ എവിടെയെങ്കിലും കുഴിച്ചിടല്ലേ. നാളെ ഇതൊക്കെ ഹിസാബില്ലേ? വെള്ളം കൊണ്ട് ദൂർത്തടിക്കുന്ന ആളുകൾ എത്രയാണ്? വെള്ളം ദൂർത്തടിക്കുന്ന ആളുകൾ പള്ളിയിൽ വന്ന് നിസ്കരിക്കാൻ വന്നതാണ്. വെള്ളം ദൂർത്തടിക്കുന്നു. തടവപ്പെടുന്നതും കഴുകപ്പെടുന്നതുമായ അവയവങ്ങൾ 3 പ്രാവശ്യം വീതം ചെയ്യൽ സുന്നത്താണ്. ശരിക്കും ശ്രദ്ധിക്കണേ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. 3 പ്രാവശ്യം വീതം തല തടവുക, ചെവി തടവുക, മുഖം കഴുകുക, കൈ കഴുകുക. ഇതൊക്കെ തടവപ്പെടുന്നതും കഴുകപ്പെടുന്നതുമായ അവയവങ്ങൾ 3 പ്രാവശ്യം വീതം ചെയ്യൽ സുന്നത്താണ്. അതിനേക്കാൾ കൂടുതൽ 1 പ്രാവശ്യം അധികരിപ്പിക്കൽ കറാഹത്താണ്. സ്വന്തം വീട്ടിൽ നിന്ന് ഒന്നു കൊടുക്കുന്ന അവസ്ഥയിലാണ് ഈ പറയുന്നത്. നമ്മൾ തന്നെ കിണർ ഒഴിച്ച്, അഥവാ നമ്മുടെ പൈസയിൽ കിണർ ഒഴിച്ച് അതിലൊരു 10,000-10,000 രൂപയുടെ ഒരു മോട്ടോർ വെച്ച് 2000 ലിറ്ററിന്റെ അല്ലെങ്കിൽ 1000 ലിറ്ററിന്റെ വലിയതാകുന്ന ഒരു ടാങ്ക് ഫിറ്റ് ചെയ്ത് അതിലേക്ക് പൈപ്പ് കണക്ഷൻ കൊടുത്തിട്ട് വെള്ളം അടിച്ചു വെച്ച്, എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ പൈപ്പ് മുഖേന എടുക്കുന്ന വധു ആരും നമ്മളോട് ചോദിക്കാനില്ല, എല്ലാ പൈസയും നമ്മളെ മുടക്കി. എങ്കിൽ പോലും 4ാമത്തെ പ്രാവശ്യം നീ എടുക്കുന്ന വുളൂഇന്റെ വെള്ളത്തിൽ ഹിസാബുണ്ട്, അത് ശ്രദ്ധിക്കണമെന്ന്. പ്രാവശ്യം എടുക്കുന്ന വെള്ളം പള്ളിയുടെ വെള്ളമാണ് എങ്കിൽ, പൊതു സ്വത്താണ് എങ്കിൽ അത് ഹറാമാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. വലിയ വിഷയമാണ് ഇപ്പൊ പറഞ്ഞത്. 3 വട്ടം ചെയ്യൽ സുന്നത്താണ്, ചെയ്ത് നല്ലതാണ്, കൂലി കിട്ടും. ഒരു വട്ടം കൊണ്ട് മതിയാക്കാം, 2 വട്ടം കൊണ്ട് മതിയാക്കാം, 3 വട്ടം ഒരാൾ ചെയ്തു സുന്നത്താണ്. 4ാമത്തെ പ്രാവശ്യം കോരിയെടുക്കുന്ന വെള്ളം അത് ഹൗദിൽ നിന്നാണെങ്കിലും പൈപ്പിൽ നിന്നാണെങ്കിലും 4ാമത്തെ പ്രാവശ്യം അനാവശ്യമായി എടുക്കുന്ന ആ വെള്ളം അത് ഹറാമാണ്, പൊതു സ്വത്താണെങ്കിലെന്ന് ശാഫി മദ്ഹബിന്റെ ആധികാരിക ഗ്രന്ഥങ്ങൾ. അല്ലാഹു നമ്മളെ കാക്കട്ടെ.